CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന്റെ വെളിപ്പെടുത്തൽ സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പി ജയരാജൻ അടക്കമുള്ളവർക്കെതിരെ മനു തോമസ് ഉന്നയിച്ച ആരോപണം ചർച്ച ചെയ്യണം എന്നായിരുന്നു ആവശ്യം. സണ്ണി ജോസഫാണ് നോട്ടീസ് നൽകിയത്. വ്യക്തിപരമായ വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാകില്ലെന്ന് അറിയിച്ചതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ അനുമതി നൽകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണ് എന്ന് വേണ്ടേ കരുതാൻ? കാരണം വ്യക്തിപരമായ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അതങ്ങ് മാറ്റിവെക്കുകയാണ്. സംസ്ഥാനത്തെ ഏതൊരു പ്രശ്നവും അത് സഭയ്ക്കുള്ളിൽ ഉന്നയിക്കാമെന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ, അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം നിലനിൽക്കുമ്പോഴാണ് പ്രതിപക്ഷം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സഭയിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് വ്യക്തിപരമായ വിഷയങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്പീക്കർ തന്നെ അടിയന്തര പ്രമേയത്തിനുള്ള അവസരാനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് EP ജയരാജൻ അടക്കമുള്ളവർക്കെതിരെയുള്ള മനു തോമസിന്റെ ആരോപണമായിരുന്നു ഇന്ന് അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത്. പ്രതിപക്ഷത്തു നിന്ന് സണ്ണി ജോസഫ് MLA ആണ് ഈ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത്. എന്തായിരുന്നാലും നിലവിൽ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയത്തിനുള്ള അവസരാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. വ്യക്തിപരമായ കാരണങ്ങൾ, അത് ചട്ടപ്രകാരം ഈ കാരണങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ സാധിക്കില്ല എന്ന നിലപാടായിരുന്നു സ്പീക്കർ തന്നെ നേരിട്ട് കൈക്കൊണ്ടിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായും സ്പീക്കർ ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത്. പ്രത്യേകിച്ച് CPM നേതാവിനെ പോലെയാണ് സ്പീക്കർ പെരുമാറുന്നത് എന്ന ആക്ഷേപം തന്നെയാണ് പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സഭയിൽ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അടിയന്തര പ്രമേയ വിഷയങ്ങൾ വരുമ്പോൾ നേരിട്ട് തന്നെ ഇപ്പോൾ സ്പീക്കർ അതിനുള്ള അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം, സർക്കാരിനോട് കൃത്യമായി ഇതിന്റെ വിവരണങ്ങൾ നൽകണമെന്ന ആവശ്യം പോലും സ്പീക്കർ ഉന്നയിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ സഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പക്ഷേ സ്പീക്കറുടെ നിലപാട് ഇത്തരത്തിലാണ്. അഭ്യൂഹങ്ങളോ മറ്റ് കാര്യങ്ങളോ വെച്ച് അല്ലെങ്കിൽ കൃത്യമായ രേഖകളില്ലാതെ ഇത്തരം വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നൽകാൻ സാധിക്കില്ല, വ്യക്തിപരമായ കാരണങ്ങളാൽ ചട്ടം നിലനിൽക്കുന്നില്ല എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്പീക്കർ സഭയിൽ വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.